അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മടൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ കൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അബ്ദുറഹ്മാൻ കുട്ടി കുരുക്കളെ കാണാനാണ് ഞങ്ങൾ വന്നത്. CM വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ് അബ്ദുറഹ്മാൻ കുട്ടി കുരുക്കൾ. ഒരു ഉസ്താദിൻ്റെ പേരാണ് എന്താ? CPM മൊഹീദ്ദീൻ കുട്ടി കുരുക്കൾ. CP മുഹമ്മദ് അല്ല, മൊഹീദ്ദീൻ കുട്ടി കുരുക്കൾ. CPM കുട്ടി കുരുക്കൾ എന്നാണ് പറയാം അല്ലേ? അതെ. അപ്പം CM വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് കണ്ട ആളാണ്, ബന്ധപ്പെട്ട ആളാണ്. അവരുടെ അനുഭവങ്ങളാണ് ഇന്ന് കാഫിലയിൽ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഷെയ്ഖുനായുടെ പൊരുത്തവും അവിടുത്തെ മദതും അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു തരട്ടെ. എന്തൊക്കെയാ? റാഹത്തല്ലേ? തന്നെയാണ്. റാഹത്താണ്. നിങ്ങൾ CM വലിയുള്ളാഹിയുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയായിരുന്നു? എവിടെ വെച്ചാണ് ഷെയ്ഖുനാനെ കാണുന്നതും അവരുമായി ബന്ധപ്പെടുന്നതും? ഞങ്ങൾ ഏറ്റവും ഫസ്റ്റിലെ ഷെയ്ഖുനയായിട്ട് കാണുന്നത്, ഷെയ്ഖുനയാണെന്ന് അറിയപ്പെടുന്നത് കണിയാറ് കണ്ടം, മാനിപുരത്തിൻ്റെ അടുത്ത് കണിയാറ് കണ്ടം എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വെച്ച് CPM കുട്ടി കുരുക്കളെ കളരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഒരു ദിവസം ഒരാൾ ഒരു വെള്ള ഷർട്ടും ഒരു ഡബിൾ തുണിയും ഒരു കറുത്ത തൊപ്പിയും ധരിച്ച് ക്ലീൻ ഷേവിങ് ചെയ്തിട്ട് പൗഡറൊക്കെ നന്നാക്കി മുഖത്തൊക്കെ നല്ലവണ്ണം പൗഡറൊക്കെ ഇട്ടിട്ട് ഒരാൾ കൈ ബട്ടൻസൊക്കെ ഇട്ട് അങ്ങനെ വന്ന് കളരിൻ്റെ പക്കത്ത് വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. സലാം പറഞ്ഞ് കളരിയിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഉസ്താദ് ഇരിക്കുന്ന ഒരു സ്റ്റൂളുണ്ട്, അതിന് ആ സ്റ്റൂളുമ്മേൽ വന്ന് അടിയിരുന്ന ഞാൻ കളരിപ്പായിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. അന്ന് ഉസ്താദിനെ അറിയാമോ ഇത് ഷെയ്ഖുനാണെന്ന്? കുട്ടി കുരുക്കൾക്ക് ആദ്യമേ അറിയാം. എനിക്കാണ് അറിയാത്തത്. കുട്ടി കുരുക്കൾ അവിടെ ഒരു പുതിയ വീടെടുത്ത് ഇങ്ങനെ താമസാക്കിയതായിരുന്നു. ആ കളരിൻ്റെ അതിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെ പറയുക ഈ കളരി. അപ്പോൾ ആ വീട്ടിലുണ്ട് ഉസ്താദ്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മാത്രമാണ് കളരിയിലുള്ളത്. അപ്പോഴാണ് ഈ വരുന്നത്. വേറെ ഒരാൾ കൂട്ടത്തിലുണ്ട്, അയാൾ കളരിയിൽ ഇറങ്ങിയിട്ടില്ല, കളരിൻ്റെ പുറത്താണുള്ളത്. അപ്പോൾ ആരോ ഒന്ന് വന്നതായിട്ട് ഉസ്താദ് പറയുന്നത് നോക്കിയപ്പോൾ കണ്ടപ്പോൾ ഉസ്താദ് ഓടി വന്നു. ഉസ്താദിന് തിരിഞ്ഞ് സംഭവം ആരാണെന്ന് വന്ന് കൈയൊക്കെ പിടിച്ചും സവാത്തൊക്കെ ചെയ്തു ഉസ്താദ്. അങ്ങനെ ഞാൻ കളരിപ്പായിട്ട് കാണാൻ വന്നിരിക്കുകയാണ്. വന്നിട്ട് അപ്പോൾ പയറ്റാൻ പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ഞങ്ങളോട് ചോദിച്ചു, എന്നോടും എൻ്റെ കൂട്ടുകാരനോടും കൂടി ചോദിച്ചു, നിങ്ങൾക്ക് പയറ്റിക്കൂടെയോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പയറ്റിക്കൂടെയെന്ന് ചോദിച്ചു. നിങ്ങൾ പയറ്റാൻ കഴിയില്ലേ? അഭ്യാസം കാണിച്ചുകൂടെ? കാണിക്കാൻ പറ്റൂലെന്ന് ചോദിച്ചു. ഞങ്ങൾ എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾ ഇപ്പോൾ തൽക്കാലം അവിടെ തുടങ്ങിയ ഉടനെയാണ്, നിങ്ങൾ തൽക്കാലം ചെറുപടി പയറ്റൂല നിങ്ങളെന്ന് ചോദിച്ചു. ഞങ്ങൾ പയറ്റിക്കോളാം. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരന് കുട്ടിയമ്മി എന്നാ പറയുക, ആ ആൾ ഞങ്ങൾ രണ്ടാളും തുടക്കമാണ്. കളരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്, പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അവിടെ ഞങ്ങൾ കലനക്കുരുക്കള കളരിയിൽ ആദ്യം രണ്ടാളും പഠിച്ചിട്ടുണ്ട്. അതാ ചോദിക്കാൻ കാരണം നിങ്ങൾ പയറ്റൂലേന്ന്. അപ്പോൾ ഞങ്ങൾ ചെറുപടിയൊക്കെ ചെറുപടി പയറ്റി നിർത്തി. അത് കഴിഞ്ഞ് ചെറുപടി അല്ലല്ല, ചെറുപടി രണ്ടാൾ തമ്മിൽ വടികൊണ്ട് അടിച്ചിട്ടുള്ള പയറ്റുണ്ട്. അത് പയറ്റി കഴിഞ്ഞിട്ട് നിർത്തി. അത് കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് സൈഹുന പറഞ്ഞു പിന്നെ പഠിപ്പിക്കും വേണം, ഇത് പഠിക്കൽ അത്യാവശ്യമാണ്, പഠിപ്പിക്കും വേണം, പഠിക്കുകയും പഠിപ്പിക്കും വേണം എന്നും പറഞ്ഞ് അസ്സലാമു അലൈക്കും ഞാൻ ഇനി വരാം എന്ന് പറഞ്ഞ് സൈഹുന അവിടുന്ന് ആയിട്ട് പോവുകയും ചെയ്തു. എന്നതിൽ ശേഷമാണ് ഉസ്താദ് ഞങ്ങളോട് ചോദിക്കാൻ വന്ന ആളെ അറിയുമെന്ന്. ഞങ്ങൾ മേലോട്ട് വെച്ചു, ഞങ്ങൾക്കറിയില്ലല്ലോ. പറഞ്ഞ അതാണ് CM വലിയുള്ളാഹ്. അന്ന് CM വലിയുള്ളാഹുടെ രൂപം എങ്ങനെയാണ്? താടിയൊക്കെയുണ്ടോ? താടിയില്ല. വന്നപ്പം ഇതേ നിങ്ങളുടെ ഇതുപോലുള്ള ഇതുപോലെ ജുബ്ബയൊന്നുമല്ല, സാധാരണ ഇടണേ അവരൊക്കെ ഇടണായിട്ട് ഷർട്ട് വെള്ള ഷർട്ട്, പുതിയ ഡബിൾ മുണ്ട്, കറുത്ത തൊപ്പി എന്നുള്ളതേ, ക്ലീൻ സേവിങ് ആണ്. സേവകം ഫുള്ള് ചെയ്താൽ തീരെ താടിയൊന്നുമല്ല. വെളുത്തിട്ടാണ്. നല്ല പൗഡർ ഇട്ടിങ്ങനെ പൗഡർ ഇങ്ങനെ തൊയ്യൂ, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനത്തെ വരവാ വന്നത്. ആ വരവിലാണ്. അപ്പോൾ അങ്ങനെ ഇവർ പോയതിൻ്റെ ശേഷമാണ് ഇത് ഷെയ്ഖുനാണ്, CM വലിയുള്ളയാണ് എന്ന് ഉസ്താദ് ഞങ്ങളോട് പറയുന്നത്. മനസ്സിലാവും.
അപ്പോൾ അങ്ങനെ അത് പഠിക്കുകയും വേണോ എന്നുള്ള വാക്കാണ് എല്ലാവരോടും പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ് ഇനി ഏതായാലും നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ, നിങ്ങൾക്കൊരു നല്ലതാണ്, അത് അതിന് വന്നതാണ് എന്നൊക്കെ പറയും ചെയ്തു. സത്യം പറഞ്ഞാൽ ആ കളരിയിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എൻ്റെ തുണക്കാരൻ വരെ എൻ്റെ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. മനസ്സിലാവും. ഞാൻ ഏറെ താമസിക്കാതെ എന്നോട് പറഞ്ഞ് താമരശ്ശേരി ചുങ്കത്ത് അവിടെ ചികിത്സാലയമുണ്ട്, നീ ആട്ട് വരണോന്ന് പറഞ്ഞു. അല്ല, കുരുക്കൾ പറഞ്ഞു ജി അങ്ങോട്ട് പോരുമെന്ന്. ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് അവിടെ നിന്ന് മരുന്ന് അരക്കലും കെട്ടലും ഇവിടെ വന്ന് കളരി പഠിപ്പിക്കലും. കുഞ്ഞിൻ്റെ കളരി പഠിക്കുന്ന കുട്ടികളെ പിന്നെ ഞാനും എൻ്റെ ഒപ്പരം പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കലും ഞാനായി. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പോന്ന് ഏറെ താമസിക്കാതെ അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങളോട് പറഞ്ഞ്, അല്ല എന്നോട് പറഞ്ഞ്, ഇനി ചെറുപ്പേ പോകണമെന്ന്. മാവൂര് ചെറുപ്പയിലും അവിടെ കളരിട്ട് കയറാൻ അവിടെ ഉയിച്ചിലുണ്ട്. ആ ഉയിച്ചിലും അങ്ങനെ എന്നെ അവിടെ കൊണ്ടാക്കി ഒരിക്കൽ. പിന്നെ ഞാൻ അവിടെയായി. ഏതാണ്ട് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ നിന്നും പറഞ്ഞുകൊണ്ട് അന്ന് പിന്നെ നമ്പൂതിരി പറഞ്ഞപ്പോൾ അടിയന്തരാവസ്ഥ പിന്നെ തള്ളിപ്പോയപ്പം അതുവരെ അവിടെയാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്നെ പെട്ടെന്ന് പിന്നെ കണ്ണൂരേക്ക് അങ്ങോട്ട്, പിന്നെ കണ്ണൂർ ജില്ലയിലേക്ക് കൊണ്ടുപോയിട്ട് കാവുംപടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കാക്കേങ്ങാടിൻ്റെ അടുത്ത്. അവിടെ കളരിട്ട് 3 വർഷത്തോളം അവിടെ കളരിയിൽ അണങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ പല പ്രാവശ്യവും ഞാൻ എന്ത് ചെയ്യും, സൈഹുനാനെ ഒന്ന് കാണണം എന്ന് ഉദ്ദേശിച്ച് പല പോലത്തിലും അന്വേഷിച്ചാൽ എവിടെയും നമുക്ക് കാണില്ല, കിട്ടൂല. കാരണം ഏതാണ്ട് ആ കാലഘട്ടത്തിലൊക്കെ ആണല്ലോ AP ഉസ്താദ് കൊട്ടപ്പുറം സംവാദത്തിന് വേണ്ടി സൈഹുനാനെ തെരഞ്ഞു കഴിഞ്ഞിട്ട് പല പ്രാവശ്യം പോയിട്ട് കാണാതെ പോയി. അന്ന് താമരശ്ശേരി മുട്ടായിയാജി എന്ന് പറയപ്പെടുന്ന ഒരാളെ വീട്ടിൽ താമസിക്കാറുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും പോയാൽ കാണൂല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ എരിയുമായിട്ട് ഇങ്ങനെ പോവല്ലേ. ഇങ്ങനെ പോയിട്ട് പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഉദ്ദേശിച്ചിട്ട് വന്നിട്ട് കാണാൻ കഴിയില്ല. എത്രയോ പ്രാവശ്യം ഞങ്ങൾ മെനക്കെട്ട് നോക്കിയിരുന്നു. ഇതിൻ്റെ ഇടയിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആറളം ഫാം എന്ന് പറയപ്പെടുന്ന സ്ഥലമുണ്ട്. അവിടെ ചെടിക്കളത്തും ആറളത്തും കളരിയുണ്ട്. അതിൽ ഞാൻ പിന്നെ ഒരു ദിവസം പിന്നെ ആറളത്തെ കളരിയിൽ വന്നാണ്ട് അസർ സ്കരിച്ചിട്ട് കുട്ടികളെ കളരിയിൽ ഇറക്കാറുണ്ട്. സ്കൂളിൽ വിട്ട് വന്നിട്ടുള്ള കുട്ടികളെ അസർ സ്കരിച്ച ഉടനെയാണ് കളരിയിലേക്ക് ഇറക്കുക. അപ്പോൾ ആ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനെന്ത് ചെയ്യുന്നു, അവിടെ ചെറിയ സ്രാമ്പ്യ പള്ളിയുണ്ട്, അങ്ങാടിയിലാണ്, ചായപ്പീടിയൻ്റെ അടുത്താണ്. അവിടെ പോയിട്ട് പിന്നെ വേഗം അസർ ബാങ്ക് എപ്പോൾ വിളിക്കണോ അപ്പം ഞാൻ അവിടെ നിസ്കരിക്കും. അവിടെ നല്ല ബാങ്ക് വിളിക്കുക, അങ്ങനത്തെ വലിയ പള്ളിയിൽ നിന്നാണ്. വേഗം നിസ്കരിക്കും. കാരണം കുട്ടികൾ പള്ളിയിൽ കടലിലെത്തുമ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് പോകണം എന്നുള്ള ധാരണക്ക്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാൻ ഈ അസർ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് സലാമോട്ട് ഇങ്ങോട്ട് ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മുറി ഇതുണ്ട്, ഇതുപോലെ എകരല്ലേ, ഈ തുണ്ടുമ്മൽ ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. ലേശം പ്രായമുണ്ട്. ഒരു ഈമല്ലാതെ വലിയ വെളിവൊന്നുമില്ലാത്ത ഒരു സൈസ് പിന്നെ കളറാണ് തുണിയും ഷർട്ടുമൊക്കെ, ഒരു ഇങ്ങനെ മോഡലൊക്കെ ആണ്. അങ്ങനെ ഞാൻ നിസ്കരിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം വന്നിട്ട് എന്നെ മാടി വിളിച്ചു. ഞാൻ എടുത്തു തന്നു. മോനെവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ എവിടെയാണ്? ഓമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എന്താ മോന് പണി? ഞാനിവിടെ കളരി ഇറത്തുകയാണ്. ആരവിടത്തിലാണ്? കുട്ടിക്കുരുക്കളെ കൊടുക്കൽ. ഞാൻ കുറേ മുഖത്തൊക്കെ നോക്കി എന്നോട് ചോദിച്ചു, അല്ല മോന് എന്നിട്ട് ആരുമായിട്ട് ബന്ധപ്പെടാത്തതെന്ന് ചോദിച്ചു. ബന്ധപ്പെടാനുള്ള അനുവാദം കിട്ടിക്കണല്ലോ. ബന്ധപ്പെടാനുള്ള അനുവാദം കിട്ടി, എന്നിട്ട് ബന്ധപ്പെടാത്ത മേലോട്ട് നോക്കി. ഞാനും മേലോട്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും തിരിയുന്നില്ല. എന്നോട് പറഞ്ഞു മോൻ നിർബന്ധമായിട്ടും മോൻ പിന്നെ ബന്ധപ്പെടണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നുകിൽ ഷെയ്ഖ് ഉമറുൽ ഖാദിരി റളിയല്ലാഹുവിനെ പോയിട്ട് കാണണം, അതല്ലെങ്കിൽ കരുവന്തുരുത്തി വാപ്പുകുരിക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അദ്ദേഹത്തിന് പറമ്പിൽ ബസാർ. ഒന്നുകിൽ കരുവന്തുരുത്തി വാപ്പുകുരിക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അതും അല്ലെങ്കിൽ ഏർക്കര പിന്നെ യാഹു ഹാജി എന്ന് പറയപ്പെടുന്ന ഒരാൾ. ഇനി മൂന്നിൽപ്പെട്ട ആരെങ്കിലും ഒന്നിനെ നീ പോയി കാണൽ നിർബന്ധമാണ്. എനിക്ക് അനുവാദം കിട്ടിയില്ല, പോയിക്കൂടെ എന്ന് വെച്ചു. അങ്ങനെ അത്രയും വർഷത്തേക്ക് നമ്മൾ പിന്നിലോട്ട് പോകും അല്ലേ? നിങ്ങളുടെ സംസാരം ഇതറന്ന് മനസ്സിലാവും. അത്രയും കൊല്ലത്തിലേക്ക് പുറമോട്ട് പോവുകയാണല്ലോ. അതെ.
അപ്പോൾ അങ്ങനെ ഞാൻ വന്നു. ഞാൻ വന്നിട്ട് ഒരു വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞിട്ടുണ്ട്, മറാജിനെ കാണാൻ പോവുകയാണെങ്കിൽ വെള്ളിയാഴ്ച തന്നെ പോകുള്ളൂ കേട്ടോ. കുന്നംകുളത്ത് ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച തന്നെ പുരയിലുണ്ടാവും, രാവിലെ പോകണം കാണണമെങ്കിൽ എന്ന് പറഞ്ഞു. ഞാനേതായാലും ഇങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ വിചാരിച്ച അവിടെ നിന്ന് ഇതൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് ഞാൻ കളരിയിൽ കറങ്ങട്ടെന്നാലും എന്ന് വെച്ചാൽ പോയിക്കോന്ന് പറഞ്ഞ് അവിടെ ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ ചാവടിക്കല്ലേ എന്ന് ചോദിച്ചിക്കണേയാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടില്ല. പിന്നെ അതിനെ കണ്ടില്ല. അപ്പോൾ ഈ മൂപ്പൻ്റെ വീട്ടിലുണ്ടോന്നൊന്നും അറിയത്തില്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഒന്നും അറിയില്ലായിരുന്നു, ഒരു കൊലവും അറിയില്ല. അന്ന് അത്രയും അതിനെ വീട്ടിലുള്ളൊരു മെയിൻറ്റ് കയറണ്ടേ മണ്ടയിലേക്ക്, അങ്ങനത്തെ കാലഘട്ടമാണല്ലോ. അങ്ങനെ ഞാൻ വന്നിട്ട് പോയി പറമ്പിൽ ബസാറിൽ പോയി. അടുത്ത് വന്നപ്പോൾ അവിടെ പണ്ടാടെ തറവാട്ട് പുരയിൽ അവിടെ ഇരിക്കുന്നു. അങ്ങനെ അവിടെ കയറി ചെന്ന് ഞാൻ സലാം പറഞ്ഞു. സലാം മടക്കി അങ്ങനെ അവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പിന്നെ ഓമശ്ശേരിന്നാണ്, ഞാൻ എന്തേ പോകുന്നതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അവസാനം കാണാൻ വേണ്ടി പോകുന്നതാണ്. ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനെ പിന്നെ അറളം എന്ന് പറയപ്പെടുന്ന സ്ഥലം, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ആണ് അറളം ഫാം. ആറളം ഫാം ആറളത്തിൻ്റെ അടുത്ത് അവിടെ കളരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കളരിയിൽ ഞാൻ അവിടെ ഇതിന് മാർക്സിസ്റ്റ് പാർട്ടി മാറ്റി മറിച്ചൊക്കെ ആണുള്ളത്. അത് നോക്കണ്ട, അതൊക്കെ അങ്ങനെ പലതും ഉണ്ടാവും. മോൻ്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ എനിക്ക് അവിടേക്ക് എന്തെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എനിക്ക് തരണം എന്ന് പറയാനാണ് ഇപ്പം ഞാൻ പോകുന്നത് തന്നെ. അങ്ങനെ കളരിനെ പറ്റിയൊക്കെ ചോദ്യമൊക്കെ ചെയ്ത് വേഗം ആടുന്ന് എണീറ്റ് പോയിട്ട് അകത്തുനിന്ന് ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് സംഗതി ഒക്കെ കുറേ ദിക്റുകൾ ഇങ്ങോട്ട് എഴുതി തന്നു. അതിങ്ങോട്ട് തന്നു കണ്ട് എന്നോട് പറഞ്ഞ് 40 ദിവസം അടുപ്പിച്ചിട്ട് 5 ഒത്തിലും അത് ചൊല്ലി കഴിഞ്ഞിട്ടൊന്നും ഇങ്ങോട്ട് വരികണ്ടിന്. ആ 40 ദിവസം കഴിഞ്ഞാൽ എന്നെ പോയത്. എന്നിട്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിങ്ങനെ തിക്കി തിരക്കുന്നുണ്ട് സൈഹുനാനൊന്ന് കണ്ടിട്ട്. നേരിൽ പിന്നെ കാണാൻ കഴിയുന്നില്ല, എന്തായിട്ട് ഇങ്ങനെ ഒരവസ്ഥ കഴിയുന്നില്ല. പിന്നെ ഞമ്മക്കാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ജോലിയായിട്ട് പോവല്ലേ. ഈ ജോലിയായിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ വരുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നാട്ടിൽ വരുന്നില്ലേ, ഈ അവസരത്തിൽ നമുക്ക് പോകാൻ നമ്മൾ അനച്ചാലും എവിടെയും കാണൂല, എന്ത് ചെയ്യും? ആ കോലത്തിൽ അങ്ങനെ പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എന്നതിൻ്റെ ശേഷം ഈ കാഴ്ച കണ്ടതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് സാധിച്ചു. കാണേണ്ട പോലെ ഒരു കാഴ്ച കണ്ടാൽ മതിയല്ലോ. മതിയല്ലോ, ആ നിലക്കാണ് ഇപ്പോഴും ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അവർ കാരണത്താലാണ് ഇവിടെയൊക്കെ ഞാൻ എത്തിപ്പെട്ടു. പിന്നെ അവിടുന്ന് പോയിട്ട് കീക്കോട് ആറ്റപ്പാപ്പൻ്റെ അടുത്ത് വരെ ഞാൻ എത്തി. അവസാനം അവിടുന്നൊക്കെ പോയി കർണാടക അല്ല കീക്കോട് ചാവക്കാട്ട് അവിടം വരെ ഞാൻ എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ പോയി പോരാൻ കഴിഞ്ഞു അവരൊക്കെ ആയിട്ട്. പക്ഷെ അവിടുന്നൊക്കെ ഇങ്ങോട്ടാണ് മടവൂരിലേക്കാണ് നമുക്ക് പറയുന്നത്. അവിടെ ഉണ്ടല്ലേ ഇപ്പോൾ സ്വപ്നം കാണാറുണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചെറിയ രൂപത്തിലൊക്കെ ഒരു നല്ലോണമൊന്നും കാണാനുള്ളൊരവസരമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ പിന്നെ ആഴ്ചയിൽ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും മടവൂർക്കെത്തും. അടുത്തും കഴിഞ്ഞ ജുമാക്കും ഞാൻ അടയാണ്. മാസത്തിൽ 2 പ്രാവശ്യം തന്നെങ്കിൽ ഞാൻ അടക്കാറുണ്ട്. പിന്നെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സംബന്ധമായിട്ടുള്ള നമ്മളെ കളറിൻ്റെതും അതുപോലെ തന്നെ ചികിത്സാ സംബന്ധമായിട്ടൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും അന്ന് ഷെയ്ഖുനയുടെ മുന്നിൽ എന്താ അഭ്യാസം കാണിച്ചല്ലോ കൂട്ടുകാരനായിട്ട്. അതെ അതെ. ആ കൂട്ടുകാരനും ഷെയ്ഖുന പിന്നെ കണ്ടിട്ടുണ്ടോ? ഒലയം പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തേക്ക് വരാൻ കഴിഞ്ഞില്ല എന്ന്. ഇല്ല, ആയില്ല, ഞാൻ തന്നെ പോകുന്നുള്ളൂ. വേറെ ഫീൽഡിൽ പോയാ ഉപ്പനും അടക്ക കച്ചവടമായിട്ട് പോയി. അടക്ക കച്ചവടമായിട്ട് പോയി. അവന് സുഖമല്ലാതെ കിടക്കുകയാണ്. നിങ്ങൾ ഷെയ്ഖുനയുടെ മുന്നിൽ അഭ്യാസം കാണിച്ചപ്പോൾ ഷെയ്ഖുന എന്ത് പറഞ്ഞു? പിന്നെ ഇതാ എന്നപ്പാ പറയുന്നത്, ഇത് പഠിക്കണം, ഇത് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കണം കേട്ടോ. ഓ, പിന്നെ കാണുന്നത് കണ്ണൂർ വെച്ചാ. അത് അവിടെ വെച്ചിട്ടതാണ് എനിക്ക് സംശയം അങ്ങനെ തോന്നിയതാണ്. അപ്പോൾ ആ കാഴ്ച കണ്ടുപോയി. പിന്നെ കണ്ടില്ല. ചാക്ക് പറയാൻ വേണ്ടി ഞാൻ എന്നെ തോന്നി. ചാക്ക് പറഞ്ഞിട്ട് പിന്നെ നോക്കണമെങ്കിൽ ആളെ തന്നെ കണ്ടില്ല. നമുക്കൊരു റൂട്ട് കാണിച്ചു തന്നു. അതെ,
ഉമർഖാദർ റളിയല്ലാഹു അടുത്ത് ഉമറാജി പാപ്പാൻ്റെ അടുത്തേക്ക് അതെ അങ്ങോട്ടോ അല്ലെങ്കിൽ അതെ അങ്ങോട്ട്, അതല്ലെങ്കിൽ പിന്നെ കരുവന്തുരുത്തി വാപ്പുകുരിക്കൾ, അതും അല്ലെങ്കിൽ ഏർക്കര, പിന്നെ യാഹു ഹാജി, ഇതൊക്കെ ഗുരുക്കന്മാരാണ്. ഇതൊക്കെ ഈ വകുപ്പിൽപ്പെട്ട ഗുരുക്കന്മാരാണ്. അവിടെ ആരെടുത്തും പോകണമെന്ന് പറഞ്ഞു. ആരെങ്കിലും ഒന്നിന് എന്തായാലും നിർബന്ധം കാണലെന്ന് കൈ പിടിക്കണം. അങ്ങനെയാണ് ഞാൻ മുറസ്ഥാൻ്റെ അടുത്തെത്തുന്നത്. വഫാത്ത് വരെ അവിടെ ആയിരുന്നു. മുറസ്ഥാൻ്റെ അനുഭവം എന്താ ഉള്ളത്? മുറസ്ഥാൻ്റെ അനുഭവം കൂടുതലും പൊതുരംഗത്തൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അവിടെയൊക്കെ വിജയം കിട്ടി. അല്ലേ? ആ, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒരുപാട് കാലം ദർസൊക്കെ ഇല്ലായിരുന്നു. ഉമറാജിക്ക് മുറസ്ഥാനല്ലേ കുന്നംകുളത്ത്. തൃശ്ശൂർ ഭാഗം. ആ, തൃശ്ശൂർ ഭാഗം. എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് ഇത് മതി, ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം പോരണം. അതിന് എനിക്ക് പറ്റൂല, കാരണം എനിക്കൊരു ഉമ്മയുണ്ട് ഒരു വാപ്പയുണ്ട് പ്രായം ചെന്നേ, അവരുള്ളപ്പം അങ്ങോട്ട് പോരല്ല, എനിക്ക് പറ്റൂല, നടക്കൂല എന്ന് ഉമറാജി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോക്ക് നിർത്തിച്ചാൽ എനിക്കിത് മതി എന്ന് പറഞ്ഞു കാണാൻ പറ്റും. മതിയല്ലോ. ആ, ഇന്നും അത് ഞങ്ങളിവിടെ വരുമ്പോഴും നിങ്ങൾ ഇവിടെ ഉഴിച്ചിൽ വേണ്ട ആളുണ്ടല്ലോ. അതെ അതപ്പം പറഞ്ഞ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഓരോ അനുഭവങ്ങൾ അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് സൈവന കുത്തുബുൽ ആലമാണെന്ന് അല്ലേ? ഒരു കുത്തുബുൽ ആലമല്ലേ? അതങ്ങനെ അള്ളാഹു കൊടുത്താൽ എന്താ ലോകം നിയന്ത്രിച്ചുകൂടെ? ആർക്കും കൊടുക്കാനല്ല ഉദ്ദേശിച്ചാൽ. ഓമശ്ശേരി നോക്കാം. ആ പോലീസൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ ഇറങ്ങിയ ആ പ്രവർത്തനമൊക്കെ അവിടെ കുട്ടികളും, ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഞാനവിടെ നിന്നിട്ടേ ഉള്ളൂ. എന്നാലും ഞങ്ങൾക്കൊന്നും പറ്റില്ല. അൽഹംദുലില്ലാഹ്. CM വലിയുള്ളാണ് ഇത് ഈ കാഴ്ചയുള്ളൂ അല്ലേ? അതെ, ഇങ്ങനെയുള്ള കാഴ്ച. മാഷാ അല്ലാഹ്. പിന്നെ വീട്ടിൽ പോയിക്കണം. കോഴിക്കോട് പോയിട്ടുണ്ട്. പോയാൽ അവിടെ ചെന്നാൽ എവിടെ നിന്നാന്ന് ചോദിക്കും, ഇന്ന സ്ഥലത്ത് നിന്നാലും ഇപ്പം കളരിയില്ലാന്ന് ചോദിക്കും. കളരിണ്ട്. മൂപ്പൻ്റെ വീട്ടിൽ പോയി കണ്ടിരുന്ന? ആ, കളരിയില്ലാന്ന് ചോദിക്കും. കളരിണ്ട്. ആ, അതൊന്ന് പോകുമ്പോൾ ഒന്നാം വന്നോളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ആ ഒരു ചെറിയൊരു കാഴ്ച കണ്ടതിന് ശേഷം പിന്നെ കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു? ആ, പോയിനി. പോയിക്കിന് എത്ര 3-4 പ്രാവശ്യം വേണം. അപ്പോൾ അവിടെ അപ്പോഴൊക്കെ ഉണ്ടായ അനുഭവം എന്താ? അപ്പോഴുള്ള അനുഭവത്തിൽ തന്നെ അവിടെ ചെല്ലുമ്പോൾ സലാം പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ എവിടെ നിന്നാന്ന് ചോദിക്കും, ഇന്ന സ്ഥലത്ത് നിന്നാന്ന് പറഞ്ഞാൽ ആ കളരില്ല അപ്പോൾ എന്ന് ചോദിക്കും. കളരിണ്ട്. ആ, ഒന്ന് പോകുമ്പോൾ ഒന്നാം കിട്ടിക്കോളും, കളരി നടത്തിക്കോട്ടോ എന്ന് പറയും. ഒന്ന് ഒരു കളരി പോകുമ്പോൾ മറ്റൊരു കളരി ഞാൻ വന്നോളും എന്നിങ്ങനെ പറയും. ചെല്ലുമ്പോൾ വേറെ അങ്ങനത്തെ പ്രത്യേക ഒരു ആവശ്യത്തിനൊന്നും പോകേണ്ടതായിട്ട് വന്നിട്ടുമില്ല. നമുക്ക് അങ്ങനത്തെ ഒരു കുടുക്കടം വരണ്ടേ, അതൊന്നും വന്നിട്ടില്ല. സെവനിയായിട്ട് കാണില്ല. അങ്ങനത്തെ പ്രത്യേക രോഗമോ മറ്റോ എന്തോ വന്നിട്ടൊക്കെ പ്രത്യേകമായിട്ട് പോയി കാണുന്നവരൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല. പിന്നെ അൽഹംദുലില്ലാ ഒരാൾക്കും ഇതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതിൻ്റെ ദിവസം ഒരു 10 പൈസ ഒരാൾക്കും കൊടുക്കാനില്ല. ഒറ്റ കുട്ടിക്കും കടമില്ല. ഇല്ല. ഒരു മനുഷ്യൻ കടമില്ല എന്ന് പറയാൻ തന്നെ വലിയ വല്ലാത്തൊരു തൗഫീഖാണല്ലോ അല്ലേ? പിന്നെ അല്ലാതെയാ അത് ഈ കാലത്ത് 10 പൈസ ഒരാൾക്കും വലിയൊരു തൗഫീഖാണ്. കടമില്ലാണ്ട് ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കേട്ട് പോകണമെങ്കിൽ നമുക്കങ്ങ് പോവാം, ആരും ചോദിച്ചാളില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക ഉണ്ട്, ഒരു ഭാഗ്യം. ഏതായാലും CM വലിയുള്ളാഹിയെ കണ്ടു. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ അടുത്തും പോകുന്നുണ്ട്. എല്ലാ അല്ലേ? അവരെ പിടിച്ചാലേ നമുക്ക് മുത്തുനബിയിലേക്ക് അതെത്തുള്ളൂ. അതത് ഉറച്ച വിശ്വാസത്തിലാണ്. എൻ്റെ ഇതിൽ ആര് പറഞ്ഞാലും അതിന് നമ്മളെതിരാ. അതിൻ്റെ എതിരായിട്ട് അയമ പറഞ്ഞാലും അതിന് നമ്മളെതിരാ. മാഷാ അല്ലാഹ്. അതൊരു തൗഫീഖാണ്. ഒരു ഘട്ടം കണ്ടാലും മതി അല്ലേ? ഓ മതി, കാണേണ്ട പോലെ കാണണം. ഏതായാലും നമ്മുടെ അബ്ദുറഹ്മാൻ കുട്ടി ഹാജിയുടെ അനുഭവമാണ് നമ്മൾ കേട്ടത് കാഫിലയിലൂടെ. അൽഹംദുലില്ലാഹ്. ഏതായാലും CM വലിയുള്ളാഹിയെ നേരിട്ട് കാണാനും ബന്ധപ്പെടാനും ഒക്കെ തൗഫീഖ് കിട്ടി. അതുപോലെ തന്നെ ഷെയ്ഖുന സമ്മതം കൊടുത്ത ഒരു കുരുക്കളും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ CM വലിയുള്ളാഹിയുടെ നേരിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ കാഫിലയിലൂടെ നിങ്ങളൊപ്പം ഞങ്ങൾ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് നമുക്ക്
പുതിയ പുതിയ അനുഭവങ്ങളും CM വലിയുള്ള മഹാനായ ഖുതുബുൽ ആലം ഷെയ്ഖുനാനെ കണ്ടവരെ കാണാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളുടെ നാട്ടിലും CM വലിയുള്ളാനെ കണ്ടവരുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ആ അനുഭവങ്ങളൊക്കെ വരും തലമുറക്ക് ഉപകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുആ ചെയ്യട്ടോ. യാ ഖുതുബുൽ ആലം രാജ യാ മശ്ഹൂർ CM